ഗൈസ് ഓരല്ലേ ഗൈസ്, നമ്മളിന്നപ്പോ ഉള്ളതേ നമ്മുടെ മൈസൂർ സൂയിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് മലയാളികളുടെ വെക്കേഷനിൽ ബക്കറ്റ് ലിസ്റ്റിൽ ആദ്യമുള്ള പ്ലേസ് തന്നെയാണ് ഓൾവേസ് മൈസൂർ സൂ. അപ്പം മൈസൂർ സൂവിൻ്റെ പുതിയ വിശേഷങ്ങൾ നമുക്ക് എന്തുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ കമാ ഫ്രണ്ട്സ്, ഇട ദിവസങ്ങളായിട്ട് പോലും നല്ല രീതിയിലുള്ള വെക്കേഷൻ ക്രൗഡ് ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രീതിയിൽ എക്സ്പെഷ്യലി ഒരു 50% മലയാളികൾ തന്നെയാണ് എന്നുള്ളതാണ് സത്യകഥ. ചെക്കിംഗ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടറിലോട്ട് എത്താനായിട്ട് നമുക്കൊരു സബ്വേ കവർ ചെയ്യേണ്ടതുണ്ട്. ബാംഗ്ലൂർ മൈസൂർ എന്ന് പറഞ്ഞാൽ തന്നെ സബ്വേകളുടെ നാടാണ്. അതിലൊരു സബ്വേ ആണിത്. ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സൗണ്ട് ഉണ്ടാക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ ഒരു സൗണ്ടും ഇല്ല. നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം ഇതിന് ഉള്ളിലോട്ട് കിടക്കാനായിട്ട്. 100 രൂപയാണ് ഈച്ച് ടിക്കറ്റിന് ചാർജസ് ആയിട്ട് വരുന്നത്. സ്റ്റിൽ ക്യാമറയൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 100 റുപ്പീസ് കൊടുക്കേണ്ടി വരും. വീഡിയോ ക്യാമറ ആണെങ്കിൽ വേറെ കൊടുക്കേണ്ടി വരും. 8:30 to 5:30 വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. ഫസ്റ്റ് തന്നെ വരുന്നത് പലതരത്തിലുള്ള പക്ഷികളും അതുപോലെ തന്നെ തത്തകൾ, പല വിധത്തിലുള്ള കോഴികൾ, മയില് എന്ന് വേണ്ട ജീവജാലങ്ങളാണ് ആദ്യം തന്നെ നമ്മളുടെ കൺമുമ്പിലോട്ട് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പുലിയും പുള്ളിപ്പുലിയും വരും ഗൈസ്. പക്ഷേ നമുക്ക് ക്ലിയർ ആയിട്ട് അവന്മാരൊന്നും കിട്ടിയിട്ടില്ല. ബിക്കോസ് വളരെ അകലെയായിട്ടായിരുന്നു അവരൊക്കെ കിടന്നുവെച്ചത്. ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്രമത്തിലായിരുന്നു. ആക്ടിവിറ്റീസൊക്കെ വളരെ കുറവായിരുന്നു. ഇവിടം മുതൽ ഇനി അങ്ങോട്ട് കുരങ്ങുകളുടെയും ഗൊറില്ലകളുടെയും ലോകമാണ്. ഒരുപാട് വിധത്തിലുള്ള കുരങ്ങുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, പലതരത്തിലുള്ളത്. ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഗൊറില്ലയും ചിമ്പാൻസിയൊക്കെയാണ്. എല്ലാത്തിനെയും എടുത്ത് വാരി വലിച്ച് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഈ ഇരിക്കുന്നവനാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. സത്യത്തിലൊരു വൃത്തിയട്ട പയലാണ് അവൻ. ഇവൻ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങൂല. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ വെട്ടിക്കളയേണ്ടി വന്നിട്ടുണ്ട്. സോ ഇത് അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. ഇനി അങ്ങോട്ട് മാനുകളെ കണ്ട് കൊതിയും മതിയും തീരും. പല വിധത്തിലുള്ള പല രാജ്യത്തിലുള്ള ഒരുപാടിനം മാനുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതും ഹെവി ഡെൻസിറ്റിയിൽ ഒരുപാടുണ്ട്. എല്ലാവരും നാടനും അല്ലാത്തതും എല്ലാം തന്നെ. എല്ലാത്തിനും ഇവിടെ എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും പറ്റാവുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ ബാഹുബലി അണ്ണന്മാരാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. പോത്തുകൾ, കാട്ടിന്നൊന്നും വിളിക്കാൻ പാടില്ലെന്നാണ് പറയണത്. ഇത് പോത്ത്. സോ ഒരുപാടുണ്ട് ഗൈസ് ഇവിടെ. ഓരോന്നിൻ്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയല്ല.
നമ്മുടെ നാടൻ ആനയുണ്ടാ ഈ നടന്നു പോകുന്നത്, നല്ല ഗഡാഗഡീനായ ഒരുത്തൻ. വേറെ ഒന്ന് രണ്ടെണ്ണം കൂടി ഉള്ളത്, അവനങ്ങോട്ട് അറ്റത്തായതുകൊണ്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഈ നാടൻ എടുത്ത് പറയാൻ കാരണം ഇനി ഒരെണ്ണം വേറെ വരാനുണ്ട്, ആഫ്രിക്കൻ. ഇതേണ്ട ഇവനാണത്, ഇത് ആഫ്രിക്കൻ എലിഫൻ്റ് ആണേ. നാണ്ടേ വരുന്ന കരടികൾ, ബാലു. എവിടെ കരടിനെ കണ്ടാലും എല്ലാവർക്കും ബാലു ബാലു എന്നേ വരുള്ളൂ. സോ കരടിക്കുട്ടന്മാർ, ഇവന്മാർ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. ഈ സൂയിൽ ഏറ്റവും നല്ല ആക്റ്റീവായിട്ട് ഓടിയിടുന്ന ഇവന്മാരാണ്. ഇവന്മാർ നമ്മുടെ മുതുമലയിലും വയനാട്ടിലൊക്കെ കണ്ടുവരുന്ന സൈസ് കരടികളാണ്. അധികം വലിപ്പം വെക്കുന്നില്ല ഇവന്മാർ മറ്റേ എന്താണ് മണ്ണിരനെയൊക്കെ കുത്തിക്കളച്ചും അതുപോലെ തന്നെ ചെതലിനെയൊക്കെ തല്ലുപൊട്ടിച്ചും പിടിച്ച് നിന്നൊക്കെ ജീവിക്കുന്ന സൈസ് കരടികളാണ്. പൊതുവിനെ വയനാട്ടിലും മുതുമലയിലൊക്കെ കാണാറുണ്ട്. ഇനി വേറൊരു തരം കരടിയും കൂടി വരാനുണ്ട്. ഇവനാണ് ആ പറഞ്ഞ കരടിയനം. ഇവൻ അസാമാന്യ വലിപ്പമുള്ള കരടിയായിരുന്നു. ഇവൻ ഏഷ്യാറ്റിക് കരടിയാണെന്നാണ് അവിടെ എഴുതി വെച്ചേക്കണത്. അവൻ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ഗൈസ്, ഇന്ത്യൻ റൈനോ, നമ്മുടെ പടച്ചട്ട അണിഞ്ഞ ഇന്ത്യൻ കണ്ടാമൃഗം. അതിങ്ങനെ എടുത്തു പറയാൻ കാരണം ഇതുപോലെ തന്നെ വേറെ കണ്ടാമൃഗ കൂട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പടച്ചട്ട ഇല്ലാത്തത്, ഇന്ത്യക്കാരനല്ലാത്തത്, അവന്മാരെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇനി അങ്ങോട്ട് പാമ്പുകളുടെ ലോകമാണ്. എല്ലാത്തരം പാമ്പുകളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. 2 സ്പെഷ്യൽ അതിഥികളുണ്ട്. ഒരു വിദേശി ഐറ്റം കിടപ്പുണ്ട് ഇവിടെ, അനാക്കോണ്ട. നല്ല ഗ്രീൻ അനാക്കോണ്ട, ആഫ്രിക്കൻ അനാക്കോണ്ട ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ഇവനാണ് നമ്മ പറഞ്ഞ വിദേശി ഗ്രീൻ അനാക്കോണ്ട, ആഫ്രിക്കൻ ഗ്രീൻ അനാക്കോണ്ടയാണ് ഈ കിടക്കണ. 1-2 എണ്ണം ഉണ്ട്. നല്ല വലിപ്പമായിരുന്ന സംഭവം, കൊള്ളാം. ഇവനാണ് ഗൈസ് സാക്ഷാൽ മലമ്പാമ്പ്. മലമ്പാമ്പാണ് ഗൈസ്, കോട്ടയംകാരുടെ ഭാഷയിൽ മലമ്പാമ്പ്. അപ്പം മലമ്പാമ്പും അനാക്കോണ്ടയും തമ്മിൽ ഇപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാണ് വലുത്, ആർക്കാണ് തടി, ആർക്കാണ് നീളം കൂടുതൽ എന്നുള്ളത്. പക്ഷെ മലമ്പാമ്പ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ പിടുത്തം ജിറാഫിനോട് കൂടി അവസാനിക്കുകയാണ്. ജിറാഫിൻ്റെയാണ് ലാസ്റ്റ് കേജ് വരുന്നത്. സൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അടിപൊളി സെറ്റപ്പായിരുന്നു. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സൂ തന്നെയാണ്. അപ്പോൾ ഗൈസ് പരിപാടി നൈസായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. ഹെവി ആയിരുന്നു കേട്ടോ. എപ്പോഴാണ് ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. 5 മണി ആവാറായി, 4:30 കഴിഞ്ഞ്. കണ്ടും മടുക്കുള്ളൂ ഗൈസ്. അപ്പോൾ പോന്നോളൂ. അപ്പോൾ പൊളിയാണെങ്കിൽ ലൈക്ക് അടി. ഓക്കെ.